ഹായ് കൂട്ടുകാരെ, സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസമായി കാണും അല്ലേ, ഞാനൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഷോർട്സ് ഇട്ടിട്ട് ഒക്കെ. കഴിഞ്ഞ മാസം ഞാൻ ഇടയ്ക്ക് ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് പനി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു എനർജി കാണില്ല. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും DJ ട്യൂൺസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ വലിയ പ്ലാനിങ്ങോട് കൂടിയൊന്നും സ്റ്റാർട്ട് ചെയ്ത വ്ളോഗല്ല കേട്ടോ. കാരണം ഒരു ബ്രേക്ക് കഴിഞ്ഞു, പിന്നെ അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇന്ന് പിള്ളേരിതാ പുറത്തിരുന്ന് കളിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഒരു വ്ളോഗ് എടുത്തേക്കാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കാണിച്ചു തരാമേ അവരെന്താണ് ചെയ്യുന്നതെന്ന്. ഈ കാലിലെ പാട് കണ്ടോ? ഇതിവിടെ ഒരാളുടെ കാലൊന്ന് മുറിഞ്ഞപ്പോൾ അവൾ ഒട്ടിച്ചതാണ്. അത് കണ്ടിട്ട് അടുത്താക്കും വേണം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനൊരു ആചാരം? നമ്മുടെ കുട്ടിമണീസിൻ്റെ ഫ്രണ്ട് തൊട്ടപ്പുറത്താണ് കേട്ടോ താമസിക്കുന്നത്. അവൻ വിളിച്ചെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയേക്കാണ്. നോക്കാം, യേശുവിനെ വിളിക്കാനായിട്ട് ഓടുകയാണ്. പുളിയും കഴിച്ചുകൊണ്ട് വരുന്ന ധനു. എന്തിയാ പുളി കാണിച്ചേ ധനു? പുളി കാണിച്ചേ, കൈ കാണിച്ചേ ധനു, കാണിച്ചു ധനു. ഒന്ന് കാണിക്കട കണ്ണ, എനിക്ക് കൈ കാണുന്നു. എടീ കൈ കാണിച്ചേ. ഇടയിൽ ജാനുവിനെ കാണുന്നില്ല. ജാനു ഓടി. അരികേഷിനെ കിട്ടി. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണല്ലേ. പണ്ടൊക്കെ ഈ പുളിങ്കുരു അബദ്ധവശാലം കാണാൻ വയറ്റിൽ പുളിമരം വളരുമെന്ന് പേടിച്ച് ഉറങ്ങാത്ത രാത്രികളുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ എവർഗ്രീൻ പുളിമരം. ഓടിക്കളിക്കുന്നതിനിടയിലാണ് കുഞ്ഞു അതിൻ്റെ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് ജാനുകുട്ടൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ പുറയിലും കുറച്ച് നേരം പോയി. നമ്മുടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ ഈ എരുത്തിൽ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ അമ്മയെ വേറൊരാൾ കൊണ്ടുപോയി. അരികേഷിൻ്റെ അമ്മ വിളിക്കുന്നു. അരികേഷിൻ്റെ ടൈമായി. അമ്മയുടെ കയ്യിൽ നിന്ന് 5 മിനിറ്റും കൂടെ പെർമിഷൻ വാങ്ങിയിട്ട് അരികേഷ് വീണ്ടും വന്നിട്ടുണ്ട് കളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും പിരിയേണ്ട സമയമായി. അരികേഷിൻ്റെ വീട്ടിലേക്കും മറ്റേ ചേച്ചി അവരുടെ വീട്ടിലേക്കും ഒക്കെ ടാറ്റ പറഞ്ഞ് യാത്രയായി. ശിവരാത്രിയാ ഇന്നോ? അല്ല പൊന്നു, ശിവരാത്രിക്ക് കുറെ പരിപാടി ഉണ്ട്. ശിവരാത്രിക്ക് നമ്മള് ഭസ്മം ചൂടും. ശിവന് ഫേവറേറ്റ് എന്താണെന്നറിയോ? ഭസ്മം. നമ്മൾ ഇവിടുത്തെ നമ്മുടെ കുഞ്ഞുവിന്റെ ചാണകം ഇല്ലേ, എവിടെ? എടാ കള്ള, അതാണല്ലേ. അതോ നമുക്ക് നാളെ രാവിലെ പോയി കാണാം. അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തരാം. ഈ ശിവരാത്രിക്ക് വേണ്ടിയിട്ടാണ്, ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചാണകം റെഡിയാക്കിയത് എന്നാണ് പറഞ്ഞത് കേട്ടാ. ഇപ്പം എടാ ഇരുട്ടാവുന്നു, അവിടെ അടച്ചിട്ടേക്കാണ്. നമുക്ക് രാവിലെ തുറക്കുമ്പോൾ പോവാം. ഓക്കെ, മോൻ്റെ മാവാണത്. ഇത് നമ്മുടെ ജാനുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ നട്ട മാവാണ് കേട്ടോ. മാങ്ങ വളരാൻ അത് കുഞ്ഞല്ലേ, ഇത്തിരിയൂടെ വലുതാവട്ടെ, അപ്പം മാങ്ങ തരും. മാങ്ങ തരും. ഒരാള് ചാണകം ഉണക്കി വെച്ചത് കണ്ടു, അടുത്ത ആള് കണ്ടില്ല. സോ നമുക്കൊന്ന് മറ്റദ്ദേഹത്തിനെ കൂടെ കാണിച്ചു കൊടുക്കാം. പണ്ട് തൊട്ടേ വീട്ടിൽ നടക്കുന്ന ഒരു ആചാരമാണ് ശിവരാത്രി ദിവസം ഉള്ള ഭസ്മം ചൂടൽ.
അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് ഈ ഭസ്മം ചുടുന്നതിന് നമ്മുടെ ശുദ്ധമായ ചാണകമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കുട്ടിമണീസിനും കാണാൻ പറ്റുന്നു എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ചെയ്യണത് അച്ഛനാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അപ്പൂപ്പൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ ചാണകം ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം കൈകൊണ്ട് എടുത്താലും ഒന്നും നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല കേട്ടോ. അതിന് ഞങ്ങൾ ഈ ഉണങ്ങിയ ചാണകം എല്ലാം കൊട്ടയിലാക്കി വെക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടി ഇത് വെയിൽ കൊള്ളിക്കും കേട്ടോ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ബ്ലോഗിൽ വിശദീകരിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം പെറുക്കിയൊക്കെ വെച്ച് മഴയൊന്നും കൊള്ളാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കണ്ടല്ലോ, ചാണകം ഉണക്കാൻ വെച്ചത് കണ്ടു, നമ്മളത് എടുത്തു, എല്ലാം ഓക്കെ അല്ലേ? അപ്പം നമുക്ക് മേലൊക്കെ കഴുകി നമുക്ക് ജയിച്ച് കിടന്നുറങ്ങാം. ഓക്കെ, കഴിച്ചിട്ട് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ കുഞ്ഞിനോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വായോ. ആര്? കുഞ്ഞുവാ? ഏടി. അപ്പോൾ ബൈ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗുമായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചേട്ടാ, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ചേട്ടാ, ബൈ.